നാളെ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. അതിൽ വള്ളംകളിയും വടംവലിയും സുന്ദരിക്ക് പൊട്ടുകുത്തലും എല്ലാം ഉണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ 12ാമത്തെ ദിവസം. രണ്ടാമത്തെ ഡെയിലി ടാസ്കിന് എല്ലാവരും റെഡിയായി. അതിലെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താക്കിക്കൊണ്ടാണ് അതിൽ 2 പേര് ഒരുമിച്ച് വിന്നറാവുകയാണ്. ഈ ടാസ്ക് കുറച്ച് ഫിസിക്കൽ സ്ട്രെങ്ത് അളക്കുന്ന ഒരു ടാസ്ക്കാണ്. എല്ലാവരും കയറിനാൽ ചുറ്റപ്പെട്ട് ഒരു സർക്കിളായിട്ട് നിൽക്കുക. അതിനുശേഷം സർക്കിളിൻ്റെ സെൻട്രലായിട്ടൊരു റെഡ് സർക്കിൾ ഉണ്ടാകും. ആരാണ് ആ റെഡ് സർക്കിളിൽ ടച്ച് ചെയ്യുന്നത് ആ വ്യക്തി ഔട്ടാകും. ടച്ച് ആരും ചെയ്യില്ലല്ലോ, വലിച്ചതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിച്ച് അതിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് വേണ്ട ഗെയിമാണ്. ഇവിടെ ഏറ്റവും അവസാനം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എൽദോയും ഷിജിലാലും തമ്മിലായി മത്സരം. അവരൊരുപാട് ടൈം ട്രൈ ചെയ്തു. നല്ല രീതിയിലുള്ള മത്സരമായിരുന്നു. അങ്ങനെ എക്സ്ട്രാ ടൈം കൊടുത്തു. പക്ഷേ ആ ടൈമിലും മത്സരം ടൈ ആയി തന്നെ നിന്നു. അതുകൊണ്ട് ജഡ്ജസ് 2 പേരെയും ഒരേപോലെ മത്സര വിജയമായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ 2 വിജയിയെ പ്രഖ്യാപിക്കുന്നത്. കാരണം ജഡ്ജസിന് വരെ വളരെ പ്രയാസമായിരുന്നു അതിൽ നിന്ന് ഒരാളെ വിന്നറായിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് 3 ജഡ്ജസും കൂടി 2 പേരെ തുല്യമായിട്ട് വിന്നറായിട്ട് പ്രഖ്യാപിച്ചു. 2 പേർക്കും ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടി. അങ്ങനെ എൽദോയും ഷിജിലാലും ഒരുമിച്ച് ഒരേ പോയിന്റോടുകൂടി ഈ മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തി. പക്ഷേ ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. എല്ലാം വോട്ടിങ്ങിലാണ് ഫൈനൽ അന്തിമമായിട്ടുള്ള വിധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക. പ്രത്യേകം ഓർക്കുക, ഒരാൾക്ക് ഒരു വോട്ടേ ഉള്ളൂ. നാളെ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. അതിൽ വള്ളംകളിയും വടംവലിയും സുന്ദരിക്ക് പൊട്ടുകുത്തലും എല്ലാം ഉണ്ട്. അതുകൊണ്ട് എപ്പിസോഡെല്ലാം മറക്കാതെ കാണുക. നിങ്ങളൊരു ബിഗ് ബോസ് ഫാനാണെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.